കൊല്ലത്ത് ഉളിയകോവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു എന്നൊരു വാർത്ത വരുന്നു. ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പർദ്ദ ധരിച്ച് കാറിലെത്തിയ ആളാണ് ഫെബിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തി കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം ഇയാൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായും സൂചനയുണ്ട്. ദിലീപ് ദേവസി ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ദിലീപ്, എന്താണ് സംഭവിച്ചത്? ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ. ഫാത്തിമ മാതാ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയായ ഫെബിനെയാണ് ഈ വീട്ടിൽ കയറി പർദ്ദ ധരിച്ചെത്തിയ ആൾ കുത്തി കൊലപ്പെടുത്തിയത്. അല്പം മുമ്പ്, അതായത് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ആ കാറിലെത്തിയ ആൾ കടപ്പാക്കടയിൽ കാറ് അവിടെ ഉപേക്ഷിക്കുകയും അതിനുശേഷം ഈ ട്രെയിനിന് തലവെക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസിന് ആരാണ് കൊലപ്പെടുത്തിയതെന്ന് അല്ലെങ്കിൽ മരിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. പോലീസ് ആ കാറിൻ്റെ RC ബുക്കും മറ്റ് വിവരങ്ങളുമെല്ലാം ശേഖരിക്കുകയാണ്. അല്പം മുമ്പാണ് ഫെബിൻ ജോർജ് ഗോമസ് എന്ന 22 വയസ്സുള്ള 2ാം വർഷ BCA വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി, ഉളിയക്കോവിലെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. പർദ്ദ ധരിച്ചായിരുന്നു ഈ കാറിലെത്തിയ ആൾ ആ വീട്ടിലെത്തുകയും അതിനുശേഷം ഫെബിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഫെബിനെ കുത്തുന്നത് തടയാനെത്തിയ ഫെബിൻ്റെ പിതാവ് ഗോമസിനും പരിക്കേൽക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ആൾ ആത്മഹത്യ ചെയ്ത റെയിൽവേ ട്രാക്കിലാണ്. അതിന് തൊട്ടപ്പുറത്ത് ഇദ്ദേഹം വന്ന കാറ് നിർത്തിയിട്ടതായിട്ട് അപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്താണ് മരണകാരണം അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല. പോലീസ് അത് കൂടി അന്വേഷിച്ച് വരികയാണ്. ഇന്ന് എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കൊല നടത്തിയ ആളും ഈ ഫെബിനും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിച്ച് വരികയാണ്. അല്പം മുമ്പ്, അതായത് അരമണിക്കൂർ മുമ്പാണ് 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് കൊലപാതകവും മറ്റൊന്ന് ആത്മഹത്യ ചെയ്തയാളുടെ പ്രായമോ അയാളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ലഭ്യമാണോ ദിലീപ്? സാർ, ഈ ഇപ്പോൾ ഇവിടെ മരിച്ച ആളുടെ എന്തെങ്കിലും ഡീറ്റെയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രായം എന്തെങ്കിലും തെറ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എത്ര പ്രായം വരുന്നു? പ്രായം ഒരു 35-നും 30-നും ഇടയിൽ. അദ്ദേഹം വന്ന കാറാണ് അപ്പുറം. അദ്ദേഹം തന്നെയാണോ അവിടെ മറ്റേ അവിടെ? അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഇപ്പം പറയാൻ. എന്തായാലും അവിടെ വന്ന കാറാണ് ഇവിടെ വന്ന് നിർത്തിയതെന്ന് അവിടുത്തെ നാട്ടുകാർ, അതായത് ഉളിയക്കോവിലെ നാട്ടുകാർ പോലീസിന് ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ, ഒരു ട്രെയിൻ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ, അതായത് തന്നെ നമ്മൾ ഇദ്ദേഹം സഞ്ചരിച്ച കാറിനടുത്തേക്ക് പോകുകയാണ്. ഇവിടെ എത്തിയ ഒരു വാഗനർ കാറാണ് അദ്ദേഹം സഞ്ചരിച്ച് ഈ കടപ്പാക്കടയിലേക്ക് എത്തിയ ഈ കാർ, ഈ വൈറ്റ് വാഗനർ കാറാണ്. KL 23H1826 കാറാണ്. ഈ കാറിൽ RC ഓണറിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ആ നമ്പർ ഒന്നുകൂടി ഒന്ന് കാണിക്കാവുന്നതാണ്. ഒന്നുകൂടി ഒന്ന് പറയൂ. KL 23H1826 ആണ്. ഈ കാറ് തന്നെയാണ് അവിടെയും കൊലപ്പെടുത്തിയതെന്ന കാര്യം വ്യക്തമാണ്. കാരണം ഈ കാറിൻ്റെ ബോണറ്റിലടക്കം രക്തക്കറയുണ്ട്. ഫെബിനെ കുത്തിയ ആ രക്തക്കറ ഈ കാറിൽ പതിഞ്ഞിട്ടുണ്ട്. ശേഷം കാറുമായി ഇവിടെ എത്തി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ന് അല്പം മുമ്പ്, അതായത് ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുക, ഉളിയക്കോവിൽ ഒരു കൊലപാതകം നടത്തുകയും അതിനുശേഷം ആത്മഹത്യക്കായി കടപ്പാക്കട ബ്രിഡ്ജ് സാറേ ഈ കാറിൽ വന്ന ആളെ തിരിച്ചറിഞ്ഞു. അതായത് കരുനാഗപ്പള്ളി രജിസ്ട്രേഷൻ ആണെന്നാണ് നമ്മൾ സംശയിക്കപ്പെടുന്നത്. ഈ വ്യക്തിയാണ് കാറിൽ വന്നതാണെന്ന് നമ്മുടെ സംശയം. ഈ ആരും കണ്ടിട്ടില്ല, പക്ഷേ ഈ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാറിലായിരിക്കും പുള്ളി വന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ നേരത്തെ അരുൺകുമാർ ഫെബിൻ്റെ വീട്ടിലെത്തി പർദ്ദ ധരിച്ച് ഫെബിൻ്റെ വീട്ടിലെത്തുകയും ഫെബിനെ വിളിച്ചിറക്കി കുത്തുകയും ചെയ്തു. ഈ കാറിൽ തന്നെ രക്തക്കറ ഉണ്ട്. കാറിൻ്റെ ബോണറ്റിൽ വലിയ തോതിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. കാറ് പിന്നീട് കടപ്പാക്കട ഭാഗത്തേക്ക് ഓടിച്ചു വന്ന് ഈ കാറിൻ്റെ സീറ്റിലടക്കം വലിയ തോതിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായും കൺഫേം ചെയ്ത് നമുക്ക് തന്നെ പറയാം. കാരണം ഈ കാറ് രണ്ടാമത് ഇവിടെ എത്തി അദ്ദേഹം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിൻ്റെ അടക്കം സംശയിക്കുന്നത്. സംശയത്തെ നമുക്ക് സാധൂകരിക്കുകയും ചെയ്യാം. കാരണം ഈ കാറിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. ഈ അല്പം 8:15 കൂടി ഉളിയക്കോവിലെ ഫെബിൻ്റെ വീട്ടിലെത്തി, ഫെബിൻ ഗോമസിൻ്റെ വീട്ടിലെത്തിയിട്ട് ഫെബിൻ ഗോമസിനെയും കുത്തി കൊലപ്പെടുത്തുകയും ശേഷം പിതാവ് ഗോമസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം ഇവിടെ എത്തി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. KL 23H1826 എന്ന വൈറ്റ് വാഗനർ കാറിലാണ് എത്തിയിരിക്കുന്നത്. കടപ്പാക്കട റെയിൽവേ പാലത്തിന് സൈഡിൽ നിർത്തിയതിന് ശേഷം തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഫെബിൻ. 2ാം വർഷ BCA. ഈ ഫെബിന്റെ വീടും ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത സ്ഥലവും തമ്മിൽ എത്ര ദൂരമുണ്ട്?
2 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതായത് ആശ്രമ മൈതാനത്തിനടുത്ത് അവിടെ നായേഴ്സ് ഹോസ്പിറ്റലിൻ്റെ പിൻവശത്താണ് ഫെബിൻ്റെ വീടെന്നാണ് പറയപ്പെടുന്നത്. അല്പസമയത്തിനകം തന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഇങ്ങനെയൊരു ആത്മഹത്യ നടന്നുവെന്നോ, അതായത് രക്തം കറ കാറിൽ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കാറിൻ്റെ ഉൾഭാഗത്തടക്കം വലിയ തോതിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. ഈ 2 കിലോമീറ്റർ ഓടിച്ചെത്തിയ ശേഷം ഇവിടെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസും സംശയിക്കുന്നത്. ഫെബിനും ഈ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത ആളും തമ്മിലുള്ള ബന്ധം എന്താണ്, അവർ തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസിന് അക്കാര്യങ്ങളടക്കം ഇനിയിപ്പോൾ ഇതിൻ്റെ RC ഓണറുടെ പേര് കണ്ടെത്തേണ്ടതാണ്. അതാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.